Hi friends, ഇന്ന് നമ്മൾ കാണുന്നത് മോബി ഡിക്ക് ആണ്. Which was published in 1851. മോബി ഡിക്ക് എന്ന് പറയുന്നത് one of the famous and greatest fiction in American literature, which was written by Herman Melville. Some of the major characters and also symbolism used in Moby Dick ആണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്ലിംസ് ഓൺ Moby Dick അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സമ്മറി ഓൺ Moby Dick എന്ന് പറയാം. ആസ് യു നോ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, ഇനി അറിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് ലിറ്ററേച്ചർ പഠിക്കുമ്പോഴും അതിൻ്റെ സമ്മറി അറിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റൊരു കാര്യങ്ങളെ പറ്റി പഠിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു സമ്മറി പറയുന്നത്. മോബി ഡിക്ക് എന്ന് പറയുന്നത് വെയിലാണ്, വൈറ്റ് വെയിലാണ്. ക്യാപ്റ്റൻ എഹബ് പീക്കോഡ് എന്ന് പറയുന്ന വെയിലിംഗ് ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹം ഫസ്റ്റ് ഈ സീയില് വെയിലിനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരിക്കല് ഈ മോബി ഡിക്കുമായിട്ട് ഏറ്റുമുട്ടുകയും അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം എഹബിന് ഈ മോബി ഡിക്കിനോട് ഭയങ്കര റിവെഞ്ചാണ്. അദ്ദേഹത്തിന് മോബി ഡിക്കിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, പിടിക്കണം, കൊല്ലണം, ഈ വക ചിന്തകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മോബി ഡിക്കിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എഹബ് തന്റെ ഷിപ്പിൽ പോകുന്നത്. ആ ഒരു വീണ്ടും മോബി ഡിക്കിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളും അതിലൂടെ മോബി ഡിക്ക് ഷിപ്പിലുള്ള ആളുകളെയും കൊല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള ഇവന്റ്സ് ആണ് ഈ മോബി ഡിക്ക് എന്ന് പറയുന്ന ഫിക്ഷനിൽ വരുന്നത്. അതിൽ ഈ ഒരു ഫൈറ്റ് ബിറ്റ്വീൻ ദിസ് എഹബ് ആൻഡ് മോബി ഡിക്ക്, ഇവരുടെ ഇടയിലുള്ള ഫൈറ്റ്, അവരുടെ ഇടയിലുള്ള റിവെഞ്ച്, അത് കാരണം അതിലുണ്ടാവുന്ന എൻറ്റയർ ടീം ഒരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ഇസ്മായിൽ എന്ന് പറയുന്ന ആ പീക്കോഡ് എന്ന് പറയുന്ന ഷിപ്പിലുണ്ടാവുന്ന ഇസ്മായിൽ ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയാണ് മോബി ഡിക്കിന്റെ അറ്റാക്കിലൂടെ, എഹബ് ഉൾപ്പെടെ എല്ലാവരും. അതാണ് മോബി ഡിക്കിന്റെ കഥ എന്ന് പറയുന്നത്. ഇപ്പൊ മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ എഹബ് ആണ്, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് പീക്കോഡ്. വൈറ്റ് വെയിൽ അല്ലെങ്കിൽ മോബി ഡിക്ക് ആണ് ഇതിലെ സെൻട്രൽ ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് വൈറ്റ് സ്പേം വെയിൽ ആണ്. ഇസ്മായിൽ ദ നറേറ്റർ ആൻഡ് ജൂനിയർ മെമ്പർ ഓഫ് ദി ക്രൂ ഓഫ് ദി പീക്കോഡ്, ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള വ്യക്തിയാണ് ഇസ്മായിൽ. അതേപോലെ തന്നെ എല്ലാവരും മരിച്ചുപോയതിനു ശേഷം ഈ കഥ നറേറ്റ് ചെയ്യുന്നത് ഇസ്മായിലാണ്. കോൾ മീ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത്. ക്യൂക്കക് സ്റ്റാർബക്ക് സ്കിൽഡ് ഹാർപൂണറാണ്, സ്റ്റാർബക്കിന്റെ സ്കിൽഡ് ഹാർപൂണറാണ് ക്യൂക്കക്. അതേപോലെ തന്നെ ഇസ്മായിലിന്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. സ്റ്റാർബക്ക് ദ ഫസ്റ്റ് മേറ്റ് ഓഫ് പീക്കോഡ് ആണ്, ആദ്യമായിട്ട് പീക്കോഡിൽ വരുന്ന ഒരു മെമ്പറാണ്. ഹി ക്വസ്റ്റ്യൻസ് എഹബ് ജഡ്ജ്മെന്റ് ഫസ്റ്റ് ഇൻ പ്രൈവറ്റ് ആൻഡ് ലേറ്റർ ഇൻ പബ്ലിക്. അതായത് എഹബ് എന്ത് പറഞ്ഞിട്ടും പിന്മാറാൻ തയ്യാറല്ല. മോബി ഡിക്കിനെ കൊല്ലണം, മോബി ഡിക്കിനോട് റിവെഞ്ച് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി പോകുന്ന ആളാണ് എഹബ്. ആ ഷിപ്പിലുള്ള മറ്റു വ്യക്തികൾക്ക് കൺസിഡറേഷൻ കൊടുക്കാതെ തന്റെ റിവെഞ്ച് അല്ലെങ്കിൽ തന്റെ മോട്ടീവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് എഹബ്. അപ്പൊ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും എന്നാൽ അതിനെ അംഗീകരിക്കാൻ ആര് തയ്യാറാവുന്നില്ല? എഹബ് തയ്യാറാവുന്നില്ല. സ്റ്റബ് സെക്കൻഡ് മേറ്റ് ഓഫ് പീക്കോഡ് ആണ്. ടാസ്റ്റെഗോ സ്റ്റാബ്സ് ഹാർപൂണർ ആണ്. ഹി ഈസ് എ ഗേ ഹെഡ് ഇന്ത്യൻ ഫ്രം മാത്താസ് വൈൻയാർഡ്, വൺ ഓഫ് ദ ലാസ്റ്റ് ഓഫ് എ ട്രൈബ് അബൌട്ട് ടു ഡിസപ്പിയർ ചെയ്യുന്ന വ്യക്തികൾ. അതായത് ഈ അറ്റാക്ക് നടക്കുമ്പോൾ കടലിലേക്ക് വീണും അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ മരിക്കുന്നത്. എല്ലാവരെയും മോബി ഡിക്ക് ഭക്ഷണമാക്കുന്നതല്ല, പക്ഷെ അറ്റാക്ക് ചെയ്യുമ്പോൾ ബോട്ടിൽ നിന്നും അറിയാതെ താഴേക്ക് വീണു പോകുന്നതും തെറിച്ചു പോകുന്നതും ഒക്കെ ആയിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന ലാസ്റ്റ് ഓഫ് എ ട്രൈബാണ് ടാസ്റ്റെഗോ. പിപ്പ്, എ യങ് ബ്ലാക്ക് ബോയ് ഹു ഫിൽസ് ദ റോൾ ഓഫ് എ ക്യാബിൻ ബോയ് ഓർ ജസ്റ്റർ ഓൺ പീക്കോഡ്. നമ്മളിപ്പോ കോർട്ടിലെ പ്ലേസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിലൊരു ജസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാകും. അതേപോലെ തന്നെ പീക്കോഡിലെ ജസ്റ്റർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പിപ്പ് എന്ന് പറയുന്നത്. ഒരു ബ്ലാക്ക് ബോയ് ആണ്, ക്യാബിൻ ബോയ് ആയിട്ടും അറിയപ്പെടാം, ജസ്റ്റർ ആയിട്ടും പിപ്പിനെ കാണാവുന്നതാണ്. Symbolism in Moby Dick ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത്.
മൊബിഡിക് എന്ന് പറയുന്ന വൈറ്റ് വെയിൽ ഇസ് എ സിമ്പിൾ ഓഫ് ബിബ്ലിക്കൽ ലെവിയാത്തൻ. ലെവിയാത്തൻ എന്ന് പറയുന്നത് ഒരു മോൺസ്റ്റർ ലൈക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ മോൺസ്റ്ററാണ്. അപ്പോൾ ആ മോൺസ്റ്ററിനോട് നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ് മൊബിഡിക്കിനെ. റിഫേർഡ് ഇൻ ദ ബുക്സ് ഓഫ് ജോബ് ആൻഡ് സാംസ്. ബൈബിളിലെ ജോബിന്റെ ബുക്കിലും സാംസിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ബിബ്ലിക്കൽ ലെവിയാത്തനോട് നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അതിനുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഇതാണ് മൊബിഡിക്കിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഇഷ്മായിൽ ഡിസ്ക്രൈബ്സ് കളർ വൈറ്റ് ആസ് എ സിമ്പിൾ ഓഫ് പ്യൂരിറ്റി, ഓണർ ആൻഡ് ജസ്റ്റിസ്. പ്യൂരിറ്റി, ഓണർ, ജസ്റ്റിസ് ആയിട്ട് ഇഷ്മായിൽ വൈറ്റിനെ പറയുന്നുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ പ്യൂരിറ്റി, ഓണർ, ജസ്റ്റിസ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. പക്ഷേ ഈ ഓൾസോ ഡിസ്ക്രൈബ്സ് കളർ വൈറ്റ് ആസ് ആൻ ഓപ്പോസിറ്റ് സൈഡ്. ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട് എന്നാണ് ഇഷ്മായിൽ പറയുന്നത്. ദാറ്റ് ഇറ്റ് ഓൾസോ സ്റ്റാൻഡ്സ് ഫോർ ഗോസ്റ്റ്. ശരിയാണ്, ഗോസ്റ്റിനെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് കൺസിഡർ ചെയ്യാറാണ്. ഓൾസോ സ്റ്റാൻഡ്സ് ഫോർ complete absence. White also stands for complete absence. There is nothing there. ആ ഒരു ഇതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഹിയർ ഇഷ്മായിൽ യൂസ് വൈറ്റ് ഫോർ ബോത്ത് പ്യൂരിറ്റി ആൻഡ് ഓൾസോ ഫോർ complete absence, and also consider it also as it stands for ghost എന്ന് കൂടി പറയുന്നുണ്ട്. This illustrates the fear of the unknown. There is complete absence, so there exists fear of unknown. അറിയില്ലാത്ത ഒന്നതിനെ പറ്റിയുള്ള ഒരു പേടി. ഓഫ് സോളിറ്റ്യൂഡ്, സെപ്പറേറ്റ്നെസ്. ഇപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് സോളിറ്റ്യൂഡ്, ഒരു ഏകാന്തത, അതേപോലെ തന്നെ ഒരു സെപ്പറേറ്റ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻ കംപ്ലീറ്റ് ആബ്സെൻസ്. ഇറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ ക്വാളിറ്റി ദാറ്റ് ഈസ് അട്രിബ്യൂട്ടഡ് ടു മൊബിഡിക്. ഈ മൊബിഡിക്കിന് ഒരു സൂപ്പർ നാച്ചുറൽ ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. കടലിൽ പോകുന്ന എല്ലാവരും പേടിക്കുന്ന ഒരു വെയിലാണ് വൈറ്റ് വെയിൽ എന്ന് പറയുന്നത്. അത്രത്തോളം അപകടകാരിയായിട്ടുള്ള ഒരു വെയിലാണ് വൈറ്റ് വെയിൽ, മൊബിഡിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സിംബൽസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് മൊബിഡിക്കിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Ishmael finds that whale is a powerful force of nature which humans have long battled and tried to conquer. Whale എന്ന് പറയുന്നത് it stands for a powerful force of nature എന്നാണ് ഇഷ്മായിൽ പറയുന്നത്. കാരണം not only for Moby Dick but all the powerful forces that exist in nature. അതുമായിട്ട് എന്തിനെ കമ്പയർ ചെയ്യാം? Moby Dickനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. which human have long battled. ഹ്യൂമൻ ബീങ്സ് അതിനെ നമ്മൾ ബാറ്റിൽ ചെയ്ത് തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്തോറും അത് ഹ്യൂമൻ ബീങ്സിന്റെ മേലെ ഒരു പവർഫുൾ ഫോഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാണ്. ആൻഡ് ട്രൈ ടു കോൺകർ ദാറ്റ് ഫോഴ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ നേച്ചർ, ബട്ട് ഹ്യൂമൻ ബീങ്സ് ഫെയിൽ ടു കോൺകർ ഇറ്റ് ആൻഡ് that force win at the end. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. The hunt for whale also symbolizes an interpretation of man's place in nature. നമ്മളിവിടെ the revenge motive in Ahab and the fight that exists between whale and Ahab എന്ന് പറയുന്നത് man's place in natureനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം there is a power in nature and the man is trying to fight over that power and to become superior to that power. ആ പവറിന്റെ മേലെ വരാനായിട്ട് മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ഏഹബും മൊബിഡിക്കും തമ്മിൽ വരുന്നുണ്ട്. മാൻ ഈസ് ട്രൈങ് ടു ഗെറ്റ് പവർ ഓവർ നേച്ചർ ബൈ ടേമിങ് ഓർ കോൺകറിങ് ഇറ്റ്. അതിനെ എന്താ പറയുക, നമ്മുടെ വരുതിയിലാക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ രണ്ട് രീതിയിലും മനുഷ്യൻ പ്രകൃതിയിലുള്ള ഫോഴ്സുമായിട്ട്, പ്രകൃതിയിലുള്ള ഒരു പവറുമായിട്ട് എപ്പോഴും മൽപ്പിടുത്തത്തിലാണ്, എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ ക്യാപ്റ്റൻ ഏഹബ് ദ വൈറ്റ് വെയിൽ സിംബലൈസസ് ഓൾ ദാറ്റ് ഈസ് ഇവിൾ ഇൻ ദ വേൾഡ് ആൻഡ് ദെയർഫോർ ഇറ്റ് മസ്റ്റ് ബി ഡിസ്ട്രോയ്ഡ്. ക്യാപ്റ്റൻ ഏഹബിനെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് വെയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ഇവിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഇവിൾ, ഈ വേൾഡിലുള്ള ഇവിളായിട്ടുള്ള ആ ഫോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ട ആവശ്യം ക്യാപ്റ്റൻ ഏഹബിനും ഉണ്ട്. അത് ഇറ്റ് ഷുഡ് ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് മസ്റ്റ് ബി ഡിസ്ട്രോയ്ഡ് എന്നാണ് ക്യാപ്റ്റൻ ഏഹബ് പറയുന്നത്. വൈറ്റ് വെയിൽ can be read as an allegorical representation of an unknowable God. ദൈവത്തിന്റെ മനസ്സിലായിട്ടില്ലാത്ത, അതായത് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു വശമായിട്ടാണ് വൈറ്റ് വെയിലിനെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് വൈറ്റ് വെയിലിനെ ഇവിടെ പറയുന്നത്. ഒരു അൺനോബിൾ ഗോഡ് ആയിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഫിറ്റ്സ് ഇൻ ടു ദ സ്കീം ഓഫ് വൈറ്റ് എക്കണോമിക് എക്സ്പാൻഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ 19th century. ഈ വൈറ്റ് വെയിൽ അല്ലെങ്കിൽ ഈ മൊബിഡിക്കിലെ ഈ ഒരു കോൺട്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമവും അറ്റാക്കും ഇതിനെയൊക്കെ നമുക്ക് ബേസ് ചെയ്ത് പറയുമ്പോൾ ഇതിനെ നമുക്ക് എന്തുമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ദ വൈറ്റ് എക്കണോമിക് എക്സ്പാൻഷൻ വിച്ച് ഹാപ്പൻഡ് ഇൻ 19th century. കോളനൈസേഷനിൽ ഒരുപാട് രാജ്യങ്ങളെ കോളനൈസ് ചെയ്യുകയും വരുതിയിലാക്കുകയും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആ ഒരു കോളനൈസേഷനുമായിട്ട്
ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇവിടെയും കോൺകർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ട്രൈങ് ടു കോൺകർ ദ നേച്ചർ, ദ നാച്ചുറൽ എക്സിസ്റ്റൻസ്, ദ സൂപ്പർ നാച്ചുറൽ പവർ, അതാണ് ഇവിടെയും നടക്കുന്നത്. പീക്കോഡ് എ സിമ്പിൾ ഓഫ് ഡൂം ആണ്, ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ ഫെയ്റ്റ് എന്താണ് എന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്താണ്, ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്, അത് എന്താണ് എന്ന് സ്ഥിരീകരിക്കുന്ന, അതെന്താണ് എന്ന് അവസാനം ഫൈനലൈസ് ചെയ്യുന്ന ഒരു ഇത് ഈ പീക്കോഡാണ്. അതുകൊണ്ട് തന്നെ ഈ വെയിലിംഗ് ഷിപ്പ് സ്റ്റാൻഡ്സ് ഫോർ ഡൂം. ഇറ്റ് ഈസ് പെയിന്റഡ് എ ഗ്ലൂമി ബ്ലാക്ക് കളറാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കവേർഡ് ഇൻ വെയിൽ ടീത്ത് ആൻഡ് ബോൺസ്. വെയിലിന്റെ, ഇവർ പിടിച്ചടക്കിയിട്ടുള്ള വെയിൽസിന്റെ ടീത്തും ബോൺസും വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ള ഗ്ലൂമി ആയിട്ടുള്ള കളറുള്ള, ഗ്ലൂമി ബ്ലാക്ക് കളറുള്ള ഒരു വെയിലിംഗ് ഷിപ്പാണ് പീക്കോഡ് എന്ന് പറയുന്നത്. ഓൾസോ സ്റ്റാൻഡ്സ് ഫോർ വയലന്റ് ഡെത്ത്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂമി ബ്ലാക്ക് കളർ, ദ വെയിൽ ടീത്ത് ബോൺസ് ഓൾ സ്റ്റാൻഡ്സ് ഫോർ വയലന്റ് ഡെത്തിനെയാണ് ഇത് കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ ഇതിലൂടെ കാണിക്കുന്നത്, സിംബലൈസ് ചെയ്യുന്നത് വയലന്റ് ഡെത്തിനെയാണ്. ആൻഡ് ക്യൂക്കഗിന്റെ കഫിൻ, അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഹി മേക്സ് എ കഫിൻ അറ്റ് ദ, അദ്ദേഹത്തിന് സുഖമില്ലാതാവുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു കഫിൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ കഫിൻ ഉണ്ടാക്കുന്നത് അയാൾക്ക് അതിൽ മരിച്ചു കഴിഞ്ഞ് അടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അയാൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് അയാൾ ഹെൽത്തി ആയിട്ട് വരുന്നു. ഈ ഒരു സമയത്ത് അതവിടെ ഷിപ്പിൽ തന്നെ വെക്കുകയാണ്. പക്ഷെ അറ്റ് ദ എൻഡ് വി ക്യാൻ സീ ദാറ്റ് ഇവരൊക്കെ മരിച്ചു, ക്യൂക്കഗൊക്കെ മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു കഫൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്മായിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഈ ഒരു ഷിപ്പ് മൊബിഡിക്ക് അറ്റാക്ക് ചെയ്യുകയും അത് ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഈ ഒരു കഫിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആര് രക്ഷപ്പെടുന്നത്, ഇസ്മായിൽ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് സിംബലൈസസ് ബോത്ത് ലൈഫ് ആൻഡ് ഓൾസോ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡെത്ത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് മേജർ ക്യാരക്ടേഴ്സും മേജർ സിംബൽസും ഞാൻ ഇതിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.